മേപ്പാടിയിലെ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ഷബീർ ചേരുന്നുണ്ട്. ഷബീർ, അവിടെയും വലിയ പ്രയാസകരമായ കാഴ്ചകളാണെന്ന് അറിയാം. എന്തൊക്കെയാണ് വിവരങ്ങൾ? പങ്കുവെക്കാം. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് മേപ്പാടിയിലെ സെന്റ് ജോസഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു ദുരിതാശ്വാസ ക്യാമ്പിലാണ്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഇന്നലെ നമ്മൾ കണ്ടതാണ് മിലിറ്ററിയുടെ റെസ്ക്യൂ ഓപ്പറേഷൻ. ആ ഒരു പാലം നിർമ്മിച്ച് മുണ്ടക്കൈ അട്ടമല ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ അവിടെ നിന്ന് ആ പാലത്തിലൂടെ പുറത്തേക്ക് എത്തിച്ച് അവരെ നേരെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ക്യാമ്പുകളിലാണ്. നമ്മളിപ്പോൾ അത്തരത്തിലുള്ള ഒരു ക്യാമ്പിലാണുള്ളത്. ഇവരൊക്കെ എവിടെ നിന്നാണ് വന്നത്, എങ്ങനെയാണെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. എല്ലാവരുടെയും അവസ്ഥ സങ്കടകരമാണ് രഞ്ജിത്ത്. കാരണം ഇവരുടെ ഉറ്റവർ പലരും നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിന്റെ വേദനയും ഒപ്പം ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒന്നും ബാക്കിയില്ലാത്ത ഒരവസ്ഥയിലാണ് അവരെല്ലാവരും ഈ ക്യാമ്പിൽ കഴിയുന്നത്. അതിന്റെ വേദനയും അതിന്റെ ദൈന്യതയും എല്ലാം അവരുടെ മുഖത്ത് ദൃശ്യമാണ്. നമുക്ക് അവരോട് ചോദിക്കാം, എപ്പോഴാണ് ഇന്നലെ ഇങ്ങോട്ട് വന്നത്? ഞങ്ങൾ ഇന്നലെ അവിടെ എത്തുമ്പോൾ 6 മണിയായിട്ടുണ്ടാവും. 6 മണി കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അവിടുന്ന് വെള്ളം ഇങ്ങോട്ട് കടത്തി വിടുന്നില്ല. ഒന്നുമില്ല, ഇങ്ങോട്ട് കടക്കാൻ പാലങ്ങളൊന്നുമില്ല. പാലങ്ങളെല്ലാം എല്ലാം വെള്ളം കൊണ്ടുപോയിക്കുക. ഏത് ഭാഗത്തായിരുന്നു നിങ്ങൾ? എവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്? ഞങ്ങൾ മുണ്ടക്കൈ ഭാഗത്തു നിന്നാണ് വന്നത്. എന്താണ് മുണ്ടക്കൈയിലെ ഒരു അവസ്ഥ? എങ്ങനെയാണ് മുണ്ടക്കൈയിലെ അവസ്ഥ? മുണ്ടക്കൈയിൽ 3/4% മുണ്ടക്കൈ ഇല്ലാതായിരിക്കുകയാണ് ഇപ്പോൾ. എല്ലാ വീടുകളിലും കയറി ഇറങ്ങി മെല്ലെ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുക. ഇനി നമ്മളെ സഹോദരങ്ങൾ ആരും ഇല്ല ഇനി അവിടെ. ഇനി കുറഞ്ഞ ആളുകൾ മാത്രമേ ഉള്ളൂ. 10-9 ആളുകൾ കുടുംബം മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം മഴവെള്ളം കൊണ്ടുവന്ന് ഞങ്ങൾ പറഞ്ഞ എസ്റ്റേറ്റ് പാടി താഴെ കോട്ടേജിലായതുകൊണ്ട് അവിടേക്ക് വെള്ളം കയറിയ പാട് ഞങ്ങൾ വേഗം എന്താക്കി ബസ് സ്റ്റോപ്പിൽ കുട്ടികളൊക്കെ എടുത്ത് ബസ് സ്റ്റോപ്പിലേക്ക് കയറിയുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ബാക്കി ഇനിയും കുറെ ആളുകൾ. ഈ രാത്രി റെസ്ക്യൂ സംഘം വരുന്നത് വരെ എവിടെയാണ് കഴിച്ചു കൂട്ടിയത്? രാത്രി അവർ എത്തിയിട്ടില്ല. നേരം വെളുക്കാൻ നേരത്താണ് അവർ എത്തിയത്. പക്ഷെ അതുവരെ ഞങ്ങൾ അപ്പുറത്ത് താഴെ കുറച്ച് സേഫ്റ്റി ആയ ഒരു ഇതുണ്ട്, മാനേജർ ബംഗ്ലാവ് ഉണ്ട്, അവിടെ വന്ന് ഞങ്ങൾ കഴിച്ചു കൂട്ടുകയാണ് ചെയ്തത്. ഇപ്പൊ ഈ ഒരു ക്യാമ്പിൽ എങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ? ഇവിടെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. ഒരു കുഴപ്പം ഇപ്പോൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് ഇവരെല്ലാവരും അട്ടമല അതുപോലെ തന്നെ മുണ്ടക്കൈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ വന്നവരാണ്. എന്റെ വീടൊക്കെ പോയി കിടക്കാണ്. ഞങ്ങൾ കുഞ്ചിൻവട്ടം അവിടെ താമസം. ഈ പൊട്ടി വന്ന് വെള്ളരി പറയുന്ന സ്ഥലം എന്നാ പറയാ. ആ സ്ഥലത്തു നിന്നാണ് പൊട്ടി വന്നിരിക്കുന്നത്. അതിൻ്റെ അടുത്ത് കോളനി ഉണ്ട്. കോളനി ആൾക്കാരൊക്കെ മാറിയിട്ട് ഒരു മൊട്ടെന്ന് പറഞ്ഞ ആൾ കാട്ട് കയറിയിട്ടുണ്ട്. എവിടെയാണ് എന്താണെന്ന് ഒരു പ്രത്യേകത. എൻ്റെ വീടൊക്കെ പോയി. അവിടെ കുറേ വീടൊക്കെ പോയി. എൻ്റെ വീടൊക്കെ പോയത്. ഒരു സാധനം ഒരു റിക്കാർഡ് ഒന്നും എടുത്തില്ല. പെട്ടെന്ന് കൂടി ചാടി രക്ഷപ്പെട്ട് വന്നു. ചേച്ചി, ഞാൻ മുണ്ടക്കൈ പാടിയിലായിരുന്നു. അപ്പോൾ ഞാൻ മൂത്രയ്ക്ക് അടിച്ച് പോയി ഇരുന്നാണ്. അപ്പം മഴ 84 മഴ പെയ്തിട്ടുണ്ട്. അതേ മഴയായിരുന്നു പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മഴ പെയ്ത് കണ്ടപ്പോൾ ഞാൻ ഇരിക്കുകയായിരുന്നു. പിന്നെ ഇരുന്ന് ഒരു 1:30 ആയപ്പോൾ ഞാൻ ഒന്നും കൂടി എനിക്ക് സംശയം തോന്നി. പുറത്തേക്കൊക്കെ ഒന്ന് ടോർച്ച് നോക്കി വാതിലടച്ചില്ല. അപ്പോഴേക്കും പടപടേനെ ഒച്ചയിട്ട് നോക്കുമ്പോൾ അകത്തേക്ക് വെള്ളം കയറിയൊരു ഞാൻ പുറത്തേക്ക് ചാടിയതാണ്. പുറത്തേക്ക് ചാടിയതുകൊണ്ട് ഞാൻ ബാക്കിയായി. എൻ്റെ മോനാണത്. അവൻ വണ്ടിയിൽ തന്നെ കിടക്കായിരുന്നു. അവനെ വിളിച്ചിട്ടൊന്നും അവനെ എണീച്ചില്ല. ഞാൻ പിന്നെ മണ്ണൊക്കെ ഒഴിച്ചു പോയിരുന്നു. ഞാനവിടെ വീണ്. പിന്നെ അങ്ങനെ ചേച്ചിൻ്റെ മോനാണത്. അവരെ പോയി. അപ്പോഴും വീണ് ഇതുവരെ വെള്ളത്തിൽ 3 ഞാൻ വീണ് എണീച്ച് പോയത്. അങ്ങനെ ഞാൻ ബാക്കിയായി. മരുന്ന് കണ്ടിട്ട് ബാക്കിയായി. ഇനി ഞങ്ങൾക്ക് ജീവിക്കാൻ മുണ്ടക്കൈ ജീവിക്കാൻ യാതൊരു മാർഗം അങ്ങനെ അയക്കുന്നു. തൽക്കാലം ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റും. ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെ ചെന്ന് കയറണം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഇനിയും ആദ്യം തൊട്ട് ഞങ്ങൾ തുടങ്ങണം. ഞങ്ങൾ 2 ജീവനും കൊണ്ട് ഓടിയത്. ഇട്ട ഡ്രസ്സാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇവിടെ നിന്നാണ് ഞങ്ങൾക്ക് 2 നൈറ്റ് പാവാടയൊക്കെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് മുണ്ടക്കായി പോയാൽ ജീവിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്ക് ഇനി അവിടെ ജീവിക്കാൻ യാതൊരു കാരണവശാലും ഇല്ല. ഞങ്ങളെ വീടെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഞങ്ങളെ കൃഷി സ്ഥലങ്ങളും എല്ലാം ഞങ്ങൾ നഷ്ടപ്പെട്ടു. ഇനി ഞങ്ങൾക്കൊന്നുമില്ല. ആദ്യം തൊട്ട് ഞങ്ങൾ ഉണ്ടാക്കണം. ഞങ്ങൾ പ്രായം കൂടിയവരാണ്. ഞങ്ങൾക്കിനി എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഒരു പിടുത്തമില്ലാതെ ഇവിടെ നിൽക്കുക. ഇവിടുന്ന് പോകേണ്ടി വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? ഇനി ആത്മഹത്യ മാത്രം ഞങ്ങൾ മുന്നിലുള്ളൂ. എല്ലാം നഷ്ടപ്പെട്ടു. ഇട്ട ഡ്രസ്സ് മാത്രം ഇനി ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾ പ്രായമായവരാണ്. ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് അധികാരികൾ ഞങ്ങളോട് പറയണം. കാരണം ഞങ്ങൾ കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ രോഗം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബാങ്കിൽ നിന്ന് ലോണുകൾ എടുത്തിട്ടുണ്ട്. ആ ലോൺ ഞങ്ങൾ എങ്ങനെ അടച്ചു തീർക്കും, എന്ത് ചെയ്യുന്നുള്ള ഒരു പിടുത്തമില്ലാതെ
ഞങ്ങൾ ആരും ഉറങ്ങാതെയാണ് ഞങ്ങൾ കഴിയുന്നത്, ചിന്തിച്ചുകൊണ്ട്. ഞങ്ങൾക്ക് ചിന്തിച്ചിട്ട് രോഗം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും അധികാരികൾ ഇതിനൊരു മറുപടി ഞങ്ങൾക്ക് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം എല്ലാവരും കണ്ടിട്ടുള്ളതാണ് മുണ്ടക്കായ് പ്രദേശം. ശാന്തമായിട്ട് ഞങ്ങൾ ജീവിച്ച ആൾക്കാരാണ്. ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങോട്ട് നോക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് പേടി വരികയാണ്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്, ഏതാ ചെയ്യേണ്ടത് ഞങ്ങൾക്കറിയില്ല. ഇതിന് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ അധികാരികൾ. ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ ഇതിന് എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾ കാണണം. കാരണം ഞങ്ങൾക്ക് ഇനി രഞ്ജിത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ദുരിതങ്ങളാണ് അവർ വിവരിക്കുന്നത്. ഈ ഒരു ക്യാമ്പിൽ ഇപ്പോൾ ഇതുപോലെയുള്ള ഒരു 30ഓളം ക്യാമ്പുകൾ ഈ വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരു ക്യാമ്പിൽ 130 പേരെയാണ് താമസിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ മുണ്ടക്കൈ, അട്ടമല തുടങ്ങിയ പ്രദേശത്തുള്ള ആളുകളെയാണ് ഇവിടെ താമസിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ക്യാമ്പിൽ താമസിക്കുന്ന ആളുകൾക്കുള്ള വസ്ത്രവും ഭക്ഷണവും ഒക്കെ വിതരണം ചെയ്യാനുള്ള ഒരു കൗണ്ടർ ഇവിടെ റവന്യൂ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് ഇവരെല്ലാവരും അവരുടുത്തിരുന്ന വസ്ത്രങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ഓടി വന്നവരാണ്. അവർക്കുള്ള വസ്ത്രങ്ങളും ഭക്ഷണവും ഒക്കെ ഇപ്പോൾ നൽകുന്നത് ഈ കൗണ്ടറുകൾ വഴിയാണ്. സന്നദ്ധ പ്രവർത്തകരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ആ കൗണ്ടർ പ്രവർത്തിക്കുന്നത്. ഏത് ഭാഗത്തുനിന്നാണ് ചേട്ടാ വന്നത്? സാറേ, വെള്ളരിപ്പാറിന്റെ ഏറ്റവും ടോപ്പിൽ നിന്നാണ് ഇത് പോകുന്നത്. 1:45, 1 മണിയായിട്ടുണ്ടാവും സിഗ്നൽ കിട്ടും. വീടുകളൊക്കെ തമ്മിൽ കൂലിങ്ങിയാണ്. അതിലെല്ലാവരും ഇറങ്ങി ഓടി. അപ്പോൾ ഇറങ്ങി ഓടി മേലെ കയറി ഇരിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ് വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും പോയി. അതിലാണ് മൊത്തം അടിച്ചു വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ ബാക്കിയുള്ള ആളുകളൊക്കെ സേഫ് ആണോ? എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ടോ? നമ്മളെ ഏരിയയിലെ കുറച്ച് മുകളിലുള്ളവരൊക്കെ സേഫ്റ്റിയാണ്. താഴെയുള്ളവരൊക്കെ മിസ്സായി പോയിക്കും. കുടുംബാംഗങ്ങളൊക്കെ, മറ്റുള്ള കുടുംബങ്ങളൊക്കെ കാരണം ഞങ്ങൾ ഫുള്ളും മദ്രസിന്റെ മുകളിലായിരുന്നു. അതുകൊണ്ട് നമുക്ക് വലിയ ബാധിച്ചിട്ടില്ല. മദ്രസിന് താഴെയുള്ള, പള്ളിയുടെ താഴെയുള്ളവർക്കാണ് ഇത് വന്നത്. ഓക്കെ, അങ്ങനെ ഇപ്പോൾ ഇവിടെ തന്നെ താമസിക്കുന്ന ആളുകളിൽ പല ആളുകളുടെയും ബന്ധുക്കളും അതുപോലെ തന്നെ ഉറ്റവരുമൊക്കെ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അവരുടെയൊക്കെ സങ്കടകരമായ ചില കാഴ്ചകളും ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് കണ്ടു. പലരും മരണപ്പെട്ടവരുടെ മൃതദേഹം കാണാൻ വേണ്ടി ഇവിടുന്ന് പോകാനുള്ള ചില യാത്രകളിൽ അത് കാണാൻ കഴിയാത്തതിന്റെ ദുഃഖമൊക്കെ. ഞങ്ങൾ രാത്രി 8 മണിയായിട്ടുണ്ടാവും ഇവിടെ വന്ന്. വീടൊക്കെ എല്ലാം പോയി. ഒരു തോടുകളും ഒന്നുമില്ല. ഞങ്ങൾ രക്ഷപ്പെട്ട് ഒരു 10-15 പേര് ഒക്കെ മേലെ താമസിക്കുന്നുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ വീട് ഇരുന്ന വീട് ഫുള്ളും ഒക്കെ ഒരു സാധനം ഞങ്ങൾക്ക് എടുക്കാനും പറ്റില്ല. 1 മണി രാത്രിക്ക് ഞങ്ങൾ കയറി കുന്നിന്റെ മേലെ മലയിലാണ് ഞങ്ങൾ ഇരുന്നത്. എല്ലാവരും, കുട്ടികളും മക്കളും എല്ലാം. രാത്രി എവിടെയാണ് കഴിച്ചുകൂട്ടിയത്? കഴിച്ചുകൂട്ടിയത് മലയിൽ, കുന്നിന്റെ മേലെ, കാപ്പിക്കാട്ടിന്റെ അകത്ത്. ആന അപ്പുറത്ത്, ഞങ്ങൾ സെന്ററിൽ ഞങ്ങൾ ഇരിക്കുന്നുണ്ട്. അത്ര മഴയും ഞങ്ങളുടെ മക്കളും എല്ലാം നിന്ന് കഴിച്ചുകൂട്ടി 6 മണി വരെ. പിന്നെ 6 മണിക്കാണ് ഞങ്ങൾ പതുക്കെ ഇറങ്ങി റോട്ടിക്ക് വന്ന് ആ സവർക്ക് ജീപ്പ് വിട്ട് തന്ന് അവരുടെ വീട്ടിൽ ഇരുന്നിട്ടാണ് ഇന്നലെ വൈകുന്നേരം ഒരു 6-7 മണി 8 മണി ഉണ്ടാകും ഇവിടെ വന്ന് സേഫാക്കിയത്. ഇവിടെ വന്ന പിന്നെ ഞങ്ങൾക്ക് ഒരു സമാധാനം. ഓക്കെ, അങ്ങനെയാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ രഞ്ജിത്ത് ഇവർക്ക് വലിയ സമാധാനം തന്നെയാണ് നൽകുന്നത്. കാരണം ഇന്നലെ രാത്രിയൊക്കെ ഭീതിയോടുകൂടി അവിടെ കഴിച്ചുകൂട്ടിയ ആളുകൾക്കൊക്കെ, മിനിഞ്ഞാന്ന് മുതൽ ഭീതിയോടെ കഴിച്ചുകൂട്ടിയ ആളുകൾക്കൊക്കെ ഇന്നലെ രാത്രിയോടെ ഇവിടെ എത്തിയപ്പോഴാണ് ഒരൽപ്പം സമാധാനമുണ്ടായത്. ദുരിതാശ്വാസ ക്യാമ്പിൽ സന്നദ്ധ പ്രവർത്തകരെല്ലാവരും അവരുടേതായ ദൗത്യം നിർവഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സിസ്റ്റർ, ഉള്ള സൗകര്യം നമ്മൾ പൂർണ്ണമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ടാണ് നമ്മൾ റെഡി ആയിട്ട് നിൽക്കുന്നത്. ഈ സന്നദ്ധ പ്രവർത്തകരുടെയും സിസ്റ്റേഴ്സിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ 2-3 നിലകളിലായിട്ട് പ്രവർത്തിക്കുന്നു. 130 പേരാണ് ഇപ്പോൾ ഇവിടെ ഈ ക്യാമ്പിൽ കഴിയുന്നത്. അവർക്കുള്ള വസ്ത്രവും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളും എല്ലാം ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. ഏതായാലും നമ്മൾ ഇതുപോലെയുള്ള 30ഓളം ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഒരല്പമെങ്കിലും ഇവർക്കൊരു ആശ്വാസമുള്ളത്. ചേട്ടാ, നിങ്ങൾ പുറത്തേക്ക് പോവാണോ? എങ്ങോട്ടാ പോകുന്നത്? ചുരുമലയ്ക്ക്. എന്താണ് പിന്നെ ഇന്നലത്തെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു? എന്താ പറയാ, പറയാൻ പറ്റില്ല. നമുക്കിതൊന്നും നമ്മളെ കൂടപ്പുറപ്പുള്ള എല്ലാ ജനങ്ങളല്ലേ, നമ്മളെ ആൾക്കാരെല്ലാം നമ്മൾ കൂടുതലുള്ള ആൾക്കാരല്ലേ, എല്ലാവരും പോയില്ലേ. ഇപ്പൊ കുടുംബാംഗങ്ങളൊക്കെ ഈ ക്യാമ്പിൽ സേഫ് ആണോ? എല്ലാവരും കുടുംബങ്ങൾ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ, വേറെ ആരുമില്ല, ഒന്നുമില്ല. എല്ലാം അവർ മാത്രമേ ഉള്ളൂ. നിങ്ങളൊക്കെ ഏത് ഭാഗത്തുനിന്ന്?
മുണ്ടക്കൈ ഭാഗത്താണ്. എന്താണ് എങ്ങനെയായിരുന്നു ഇന്നലെ അവിടെ? അത് പറയാൻ പറ്റൂല അവസ്ഥ. ഇപ്പോ എല്ലാവരും ഓക്കെ ആണോ ഇവിടെ? ഞങ്ങള് ഓക്കെ. അപ്പൊ ഇങ്ങനെ എല്ലാവരുടെയും ഒരു ദുരിതത്തിന്റെ കാഴ്ചകൾ തന്നെയാണ് കാണുന്നത്. പക്ഷെ എങ്കിൽ പോലും എല്ലാവരും ഇപ്പോൾ നമുക്കിപ്പോൾ ആ ഭാഗത്ത് കാണാം, അവിടെ നിന്നും വസ്ത്രങ്ങളും മറ്റും വിതരണം ചെയ്യുന്നുണ്ട് ഒരു കൗണ്ടറിൽ. അവിടെ നിന്ന് ഇന്നലെ ധരിച്ച വസ്ത്രങ്ങൾ മാത്രമായി കടന്നു വന്നിരുന്ന ആളുകളാണ്. അവർക്കെല്ലാവർക്കുമുള്ള വേണ്ട എല്ലാ തരത്തിലുമുള്ള വസ്ത്രങ്ങളും എത്തിക്കാൻ സന്നദ്ധ പ്രവർത്തകർക്ക് സാധിക്കുന്നുണ്ടെന്ന് തന്നെയാണ് വലിയ ആശ്വാസകരമായ കാര്യം. ഇവരെല്ലാവരും ഇപ്പോ നിങ്ങളിപ്പോ ഈ വസ്ത്രങ്ങൾ മേടിക്കാൻ പോയതാണോ? ഡ്രസ്സ് വാങ്ങാൻ പോയതാണ്, ഒന്നുമില്ലാതെ വന്നതേ. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എല്ലാം കിട്ടുന്നുണ്ട്. എല്ലാവരും എങ്ങനെയാണ്? ഒറ്റ ബുദ്ധിമുട്ടും ഇല്ല. നമ്മള് കുറ്റവരുടെ ഇവരൊക്കെ പോയൊരു സങ്കടം മാത്രം. ഞങ്ങൾ നാടും പോയി. എന്ത് ചെയ്യാനാ, ഞങ്ങളെ വിധി ഇങ്ങനെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും. രഞ്ജിത്ത്, ഇത്തരത്തിൽ വലിയ ഒരു സങ്കടകരമായ അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിലും നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ മനുഷ്യസാധ്യമായതെല്ലാം ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്നതിൽ നമുക്കൊരു പരിധിവരെ അഭിമാനിക്കാൻ കഴിയും. കാരണം ഇന്നലത്തെ റെസ്ക്യൂ ഓപ്പറേഷനൊക്കെ വളരെ വൈകിയാണെങ്കിൽ പോലും ഈ ആളുകളെ മുണ്ടക്കയിലും അതുപോലെ തന്നെ ഈ അട്ടമലയിലും ഒക്കെ കുടുങ്ങിക്കിടന്ന മുഴുവൻ ആളുകളെയും ജീവനോടെ അവശേഷിച്ച പരമാവധി ആളുകളെ എത്തിക്കാൻ കഴിഞ്ഞു. പക്ഷെ എങ്കിൽ പോലും നമുക്ക് അവിടെ നിന്നൊക്കെ ലഭിക്കുന്ന ചില വിവരങ്ങൾ, നാഗമല എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്, അവിടെയൊക്കെ ഇന്ന് രാവിലെയും നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. ഒരു 10-12 കുടുംബങ്ങൾ അവിടെ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവിടെയൊന്നും രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി നിലവിലുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും പരമാവധി ആളുകളെ റെസ്ക്യൂ ഓപ്പറേഷനിലൂടെ ഇന്നലെ പുറത്തെത്തിക്കാനും അവർ ഇത്തരത്തിലുള്ള ക്യാമ്പുകളിലേക്ക് മാറ്റാനും സന്നദ്ധ പ്രവർത്തകരുടെയും സ്കൂൾ അധികൃതരുടെയും അതുപോലെ മറ്റ് ഗവൺമെന്റ് ഒഫീഷ്യൽസിന്റെയും ഒക്കെ എല്ലാവരുടെയും ഒരു മനുഷ്യ സ്നേഹത്തിന്റേതായിട്ടുള്ള ഒരു നല്ല പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലമായിട്ട് അവരെ പരമാവധി നമുക്ക് ഇത്തരം റെസ്ക്യൂ സ്റ്റേഷനുകളിൽ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഒരു വലിയ കാര്യമായിട്ട് നമുക്ക് കരുതേണ്ടത്. ഇപ്പോ മരണപ്പെട്ട ആളുകളൊക്കെ ഇവിടെ